ബംഗാളിൽ അവസാനഘട്ട പോളിംഗ് അവസാനിക്കുന്നതോടെ രാജ്യത്ത് ഇന്ധനവില ഉയർന്നേക്കുമെന്നുള്ള അഭ്യൂഹം ശക്തം. ഡീലർമാർക്കുള്ള സ്റ്റോക്കിൽ നിയന്ത്രണം കടുപ്പിച്ച് എണ്ണ കമ്പനികൾ നിർദ്ദേശം നൽകിയതോടെയാണ് വിലക്കയറ്റ ഭീതി ഉയർന്നത്. എന്നാൽ ആവശ്യത്തിന് വിതരണം നടത്താത്ത ഡീലർമാരുടെ സ്റ്റോക്കിലാണ് നിയന്ത്രണം കടുപ്പിച്ചതെന്നാണ് എണ്ണ കമ്പനികളുടെ വിശദീകരണം. 2 ദിവസത്തേക്കുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്താൽ മതിയെന്നും ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിയ ശേഷം മാത്രം ടാങ്കർ ട്രക്കുകൾ ടെർമിനലുകളിലേക്ക് അയച്ചാൽ മതിയെന്നുമാണ് ഡീലർമാർക്കുള്ള നിർദ്ദേശമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പമ്പുകൾക്ക് 2 ദിവസം കൂടുമ്പോൾ മാത്രമാണ് ഓരോ ലോഡ് ഇന്ധനം നൽകുന്നതെന്നും പറയുന്നു. വില കൂടുമ്പോൾ ഡീലർമാർ സ്റ്റോക്കിൽ വർധന വരുത്തി അമിത ലാഭമെടുക്കാതിരിക്കുവാനുള്ള നടപടിയായിട്ടാണ് ഈ നടപടിയെ വിലയിരുത്തുന്നത്. എന്നാൽ വിതരണം കുറയ്ക്കുന്നത് പമ്പുകളിൽ ഇന്ധനക്ഷാമത്തിന് കാരണമാകും. ഒഡീഷയിൽ ഒരു ഉപഭോക്താവിന് 50 ലിറ്ററിൽ കൂടുതൽ പെട്രോളും 500 ലിറ്ററിൽ കൂടുതൽ ഹൈസ്പീഡ് ഡീസലും വിൽക്കരുതെന്ന് ഇന്ധന പമ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇക്കാര്യം കർശനമായി പാലിക്കുവാനും നിർദ്ദേശം നൽകി. പെട്രോൾ പമ്പുകളിൽ നിന്ന് ഡീസൽ വൻതോതിൽ വാങ്ങുവാനുള്ള വ്യവസായികളുടെ ശ്രമങ്ങളെ തടയുന്നതിനായി എണ്ണ കമ്പനികൾ ഇന്ധനവിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ വ്യാവസായിക ഡീസലിന് ലിറ്ററിന് വാണിജ്യ ഡീസലിനേക്കാൾ ഏകദേശം 22 രൂപ കൂടുതലാണ് ഈടാക്കുന്നത്. വ്യവസായങ്ങൾക്കായി പെട്രോൾ പമ്പുകളിൽ നിന്ന് ഡീസൽ വൻതോതിൽ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് ഓൾ ഇന്ത്യ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ സഞ്ജയ് ലാത്ത് പറഞ്ഞു. 500 ലിറ്ററിൽ കൂടുതൽ ഡീസൽ നിറയ്ക്കുന്ന ഹെവി വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പങ്കിടുവാൻ പെട്രോൾ പമ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വില വർദ്ധിക്കുമെന്ന വാർത്തകൾ പരന്നതോടെ പല സംസ്ഥാനങ്ങളിലെയും പെട്രോൾ പമ്പുകളിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യമുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം ഉടനടി വില പരിഷ്കരണം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞിരുന്നു.